തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ കണ്ടെത്തുന്നതിനായുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. പരമാവധി കലഹങ്ങൾ ഒഴിവാക്കി സമവായത്തിലൂടെ അധ്യക്ഷന്മാരെ തീരുമാനിക്കുകയും അസംതൃപ്തരെ ഒപ്പം കൂട്ടുകയും ചെയ്യുക എന്ന നയമായിരുന്നു മൂന്ന് മുന്നണികൾക്കും. അമൽ തേനംപറമ്പിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അമൽ, ഗുഡ് മോർണിംഗ്. വലിയ തർക്കങ്ങളാണ് ഈ വിജയിച്ചൊരു സ്ഥാനത്തേക്ക് എത്തുന്നത് വരെ പിന്നീട് ഒരു തർക്കങ്ങൾ. അത് കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ചർച്ച ചെയ്യുകയായിരുന്നു. ഇന്നാണ് നിർണായക ദിവസം. വിശദാംശങ്ങൾ എന്താണ്? അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അംഗങ്ങൾ അവരവരുടെ വാർഡിൽ നിന്നും വിജയിച്ച് വന്നതിനേക്കാൾ വലിയ തർക്കങ്ങളും പ്രതിസന്ധികളും മറികടന്നാണ് പലയിടങ്ങളിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അടക്കം ചിത്രം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനിലെ ചിത്രം പരിശോധിച്ചാൽ, കൊല്ലത്തെ ഉപാധ്യക്ഷൻ്റെ കാര്യം പരിശോധിച്ചാൽ അടക്കം നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. വലിയ ചർച്ചകളും അതോടൊപ്പം തന്നെ കൂടിയാലോചനകളും തർക്കങ്ങൾക്കുമെല്ലാം ശേഷമാണ് ഒരു പേരിലേക്ക് മുന്നണികൾക്ക് എത്താൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും UDF നേരിടുന്ന പ്രതിസന്ധിയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ BJPയും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അധ്യക്ഷൻ ആരെ എന്നുള്ള പ്രഖ്യാപനത്തിനായി ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു. ചരിത്രത്തിൽ ആദ്യമായി BJP പിടിച്ച ഒരു കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് VV രാജേഷും ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആശാനാഥും മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനായി അല്ലെങ്കിൽ UDFനായി K ശബരിനാഥൻ മത്സരരംഗത്തേക്ക് ഇറക്കുമ്പോൾ RP ശിവജിയെ രംഗത്തിറക്കിയാണ് CPM BJPക്ക് മുന്നിൽ ഒരു ചലഞ്ച് വയ്ക്കുന്നത്. എന്തായാലും കാര്യമായ മാറ്റങ്ങളൊന്നും തിരുവനന്തപുരത്തുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിലൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിനുള്ള സാധ്യത, അല്ലെങ്കിൽ മറിച്ച് വോട്ട് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിക്കുള്ള സാധ്യത കാണുന്നില്ല. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെയും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. പലയിടങ്ങളിലും ഈ ടേം വ്യവസ്ഥയടക്കം, തൊടുപുഴത്തെ വാർത്തയൊക്കെ ഇന്നലെ രാത്രി വൈകിയാണ് വരുന്നത്. അവിടെ ലീഗിന് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ആദ്യത്തെ ടൈം നൽകാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. അവിടെ UDFന് വ്യക്തമായ മേൽക്കൈയുള്ള സ്ഥലമായിട്ട് പോലും അവിടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ വലിയ തോതിൽ വിവാദമായി മാറിയിരുന്നു. പല പേരുകളും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ഒടുവിൽ ആദ്യ ടൈം ലീഗിന് നൽകാൻ കോൺഗ്രസിന് തീരുമാനിക്കേണ്ടി വന്നു. അങ്ങനത്തെ പ്രതിസന്ധി പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രോസ് ഔട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊക്കെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനാണെങ്കിൽ കൃത്യം 50 സീറ്റാണ് BJPക്കുള്ളത്. ആകെ 101 സീറ്റുണ്ട്. അതിൽ 100 സീറ്റിൽ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തു. ഒരിടത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ 100 സീറ്റിൽ 50 ആണുള്ളത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം, ഒരു വോട്ടൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറും. അതിനാൽ തന്നെ അതൊക്കെ വളരെ കൗതുകത്തോടു കൂടിയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. 10 മണിയോടുകൂടിയാണ് വോട്ടെടുപ്പ് തുടങ്ങുക. മോദി. ശരിയാണ് അമൽ പറഞ്ഞത് ശരിയാണ്. വളരെ സൂക്ഷ്മമായി പരിശോധിക്കുക, കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ മറ്റിടങ്ങളിലും. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അടിയും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ആർക്കും നിരാശപ്പെടേണ്ടതായി വരാതിരിക്കട്ടെ.